നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇരിങ്ങാലക്കുടയിൽ ഭർതൃഗൃഹത്തിൽ 23-കാരി ജീവൻ ഒടുക്കിയ സംഭവത്തിൽ കൂടുതൽ നടുക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 1 വർഷവും 9 മാസമാണ് യുവതിയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 23 വയസ്സ് മാത്രം പ്രായം. അതായത് 22-21 വയസ്സിൽ വിവാഹം കഴിപ്പിച്ചു വിട്ടു. ഇവർക്ക് ഒരു 8 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുമുണ്ട്. ഇതിനിടയിലാണ് യുവതി ഭർതൃഗൃഹത്തിൽ ജീവൻ ഒടുക്കിയത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ കേരളത്തിൽ അടിക്കടി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഈ മരണങ്ങളൊക്കെ തന്നെ സംഭവിക്കുന്നതിന് മുൻപ് ഈ യുവതികൾ ഭർതൃഗൃഹത്തിൽ അനുഭവിച്ചിട്ടുള്ള പീഡനങ്ങളുടെ ദൃശ്യങ്ങളും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കുറിപ്പുകളൊക്കെ തന്നെ പങ്കുവെക്കുമ്പോൾ അവരുടെ വീട്ടുകാർ പോലും ഇത് പൂർണ്ണമായിട്ടും മറഞ്ഞിരുന്നില്ല എന്നുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ നടുക്കുന്നത്. അല്ലെങ്കിൽ അവരോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും സാധിക്കുന്നില്ല എന്നുള്ളത്. ഈ ഒരു നൂറ്റാണ്ടിലും ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടലുണ്ടാക്കുന്നത്. ഏതായാലും വിവാഹ സമയത്ത് ഈ യുവതിക്ക് 16 പവന്റെ സ്വർണം നൽകിയിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത്. എന്നാൽ കൂടുതൽ പണവും സ്വർണവും ചോദിച്ച് ഭർത്താവ് നൌഫലും കുടുംബവും യുവതിയെ സ്ഥിരം മർദ്ദിച്ചിരുന്നു അത്രേ. ഭർത്താവിന്റെ വീട്ടിലെ ചുമരിൽ തൊടാൻ പോലും ഈ യുവതിക്ക് അനുവാദമുണ്ടായിരുന്നില്ല. വാഷിംഗ് മെഷീനിൽ തൊട്ടാൽ അടിക്കുമായിരുന്നുവെന്നും ബന്ധുക്കളാണ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ഈ പെൺകുട്ടി വിളിച്ചു പറയുമ്പോൾ അതൊക്കെ വളരെ നിസ്സാര സംഭവം എന്ന് പറഞ്ഞ് തള്ളിക്കളയുമായിരുന്നെങ്കിലും ഇപ്പോൾ വന്നിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള ക്രൂരകൃത്യങ്ങൾ ആ വീട്ടിനുള്ളിൽ നടന്നിരുന്നു എന്നാണ്. അതായത് വീടിനുള്ളിലെ വാഷിംഗ് മെഷീനിൽ തൊടാൻ സമ്മതിക്കില്ല, വീടിന്റെ ചുമരിൽ തൊടാൻ സമ്മതിക്കില്ല. അതായത് വിവാഹം കഴിച്ചുകൊണ്ട് വന്നു, പക്ഷേ അവർക്ക് ഒരു ഭാര്യ എന്നോ അല്ലെങ്കിൽ അവിടെ കയറി വന്നൊരു മകളെന്നോ എന്നുള്ളൊരു പരിഗണനയൊന്നും തരാതെ അന്ന് മുതൽ തന്നെയാണ് ഈ യുവതിയെ അതിക്രൂരമായിട്ട് ഇത്തരത്തിൽ പീഡിപ്പിക്കാൻ, മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കാൻ തുടങ്ങിയതെന്നാണ് പറയുന്നത്. അവിടെ കൊടുങ്ങല്ലൂർ കോതപ്പറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന അബ്ദുൾ റഷീദിന്റെയും സക്കീനയുടെയും മകളാണ് 23 വയസ്സുള്ള യുവതി. 3 മാസം കൂടുമ്പോൾ അരിയും സാധനങ്ങളും ദമ്പതികൾ ഈ നൌഫലിന്റെ വീട്ടിലെത്തിച്ചിരുന്നു. അതായത് മകളെ വിവാഹം കഴിച്ച് അയച്ചിട്ടും എല്ലാം അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളും എല്ലാം ഈ വീട്ടിലേക്ക് എത്തിച്ചിരുന്നു. യുവതിക്ക് ഇടയ്ക്കിടയ്ക്ക് 2000 രൂപ കൊടുക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇതുപോലും ഇവരുടെ ഈ ഭർത്താവും അതുപോലെ തന്നെ രക്ഷിതാക്കളും കൈക്കലാക്കുമായിരുന്നു എന്നാണ് ഇപ്പോൾ ആരോപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ഏതായാലും 2 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഒന്ന് ഭർത്താവും അതുപോലെ തന്നെ ഭർത്താവിന്റെ ഉമ്മയും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. ഗാർഹിക പീഡനം, ആത്മഹത്യ പ്രേരണ കുറ്റം എന്നിവ അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. രണ്ടാമത് ഗർഭിണിയായതിന്റെ പേരിലാണ് ഇവർ വീണ്ടും ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചത്. ഇതാണ് ഇപ്പോൾ ആത്മഹത്യയിലേക്ക് നയിച്ചിരിക്കുന്നത്. യുവതിയുടെ അടിവയറ്റിലടക്കം ചവിട്ടേറ്റ പാടുകളുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. വിശദമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ അല്ലെങ്കിൽ മരണത്തിനിടയാക്കിയ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ അപ്പോൾ വ്യക്തമാവും. വിവാഹം കഴിഞ്ഞ് കുറച്ച് 2 വർഷം പോലും തികഞ്ഞിട്ടില്ല. ഇതിനിടയിൽ ഒരു കുഞ്ഞും ജനിച്ചു, വീണ്ടും ഗർഭിണിയായി. അതാണ് പിന്നീട് വീണ്ടും ഇത്തരത്തിലുള്ള മർദ്ദനം കൂടാൻ ഒരു സാഹചര്യം ഒരുക്കിയതെന്നാണ് പറയുന്നത്. 2 ജീവനാണ് ഇവിടെ നഷ്ടമായിരിക്കുന്നത്. ഈ വാട്സപ്പ് മെസ്സേജ് അയച്ചതിന് ശേഷമാണ് യുവതി മരിച്ചിരിക്കുന്നത്. ഉമ്മയ്ക്കാണ് അവസാനമായിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഭർത്താവിന്റെയും അമ്മയുടെയും പീഡനത്തിൽ മനംനൊന്താണ് മരിച്ചിരിക്കുന്നത് എന്നുള്ളത് വാട്സപ്പ് സന്ദേശങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഉമ്മ, ഞാൻ മരിക്കുകയാണ്, ഇല്ലെങ്കിൽ അവരെന്നെ കൊല്ലുമെന്നാണ് അവസാനമായിട്ട് അയച്ച സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത്. താൻ ഭർത്താവിന്റെ കഴുത്തിന് പിടിച്ചുവെന്ന് ആരോപിച്ചു, തന്നെ ഉപദ്രവിച്ചുവെന്നും ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും വയറ്റിൽ ചവിട്ടിയെന്നും യുവതി പറയുന്നുണ്ട്. മരിക്കാൻ പോവുകയാണെന്നും മരിച്ചാൽ പോസ്റ്റ്മോർട്ടം ചെയ്യരുതെന്നും അത് മാത്രമാണ് തന്റെ അപേക്ഷയെന്നും പറഞ്ഞു. രാവിലെ 6:49 സന്ദേശം അയച്ചിരിക്കുന്നത്. 7 മണി വരെയാണ് അവസാനമായിട്ട് ഓൺലൈനിൽ കണ്ടിരിക്കുന്നത്. പക്ഷേ ഈ മെസ്സേജ് ഉമ്മ കാണാൻ 1 മണിക്കൂറോളം വൈകി. അപ്പോഴാണ് അറിയുന്നത് ഇത്തരത്തിൽ മകൾ മരിക്കാൻ പോകുന്നതിന് മുൻപ് അവസാനമായിട്ട് തനിക്കാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നതെന്ന്. 1.25 വർഷം മുമ്പാണ് കാർഡ്ബോർഡ് കമ്പനി ജീവനക്കാരനായ നൌഫലുമായി വിവാഹം നടത്തിക്കൊടുത്തത്. ഭർത്തൃ വീട്ടിലെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് യുവതി ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ അറിയിച്ചിരുന്നുവെങ്കിലും വീട്ടുകാർ അതൊന്നും ഗൗരവത്തിൽ എടുത്തിരുന്നില്ലാണ് ബന്ധുക്കൾ വെളിപ്പെടുത്തുന്നത്. കുടുംബങ്ങൾ അകന്നു പോകരുതെന്ന് കരുതി എല്ലാം പറഞ്ഞ് പൊരുത്തപ്പെടുകയായിരുന്നുവെന്നും ഒടുവിൽ പ്രശ്നമുണ്ടായപ്പോൾ സംസാരിക്കാൻ എത്തിയിരുന്നെന്നും പറഞ്ഞു. എന്നാൽ സ്വന്തം മകളെ പോലെ കരുതുമെന്നാണ് അന്ന് നൌഫലിന്റെ മാതാവ് പറഞ്ഞത്. അതും വിശ്വസിച്ചാണ് ബന്ധുക്കൾ മടങ്ങിപ്പോകുന്നത്. രാവിലെ 6:49 അയച്ച ഈ സന്ദേശങ്ങൾ കാണാൻ അരമണിക്കൂറോളം വൈകിപ്പോയെന്ന് പറയുമ്പോൾ പിതാവ് അബ്ദുൾ റഷീദിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരേ ഒരു മോളാണ്, അവൾക്ക് വേണ്ടിയാണ് താൻ ജീവിച്ചത് തന്നെ, ഇങ്ങോട്ട് പോരാമായിരുന്നു അവൾക്ക്. സന്ദേശങ്ങൾ കണ്ട് നൌഫലിന്റെ വീട്ടിൽ ഓടിയെത്തുമ്പോഴേക്കും യുവതിയെ ആശുപത്രിയിലേക്ക്
കൊണ്ടുപോയിരുന്നു. ആരുടെയോ കയ്യിൽ ഒന്നും അറിയാതെ ഉറങ്ങുന്ന കൊച്ചുമോനെയും വാരിയെടുത്ത് ആശുപത്രിയിൽ എത്തിയപ്പോൾ മകൾ പോയെന്നും ഡോക്ടർ വിളിച്ചു പറഞ്ഞു. അവളുടെ മുഖം ഒന്ന് കാണാൻ പോലുള്ള മനോധൈര്യം തനിക്ക് ഉണ്ടായില്ലെന്നാണ് കരച്ചിലമർത്തി ആ ഉപ്പ പറഞ്ഞിരിക്കുന്നത്. 10 മാസം പ്രായമായ കൊച്ചുമകൻ മുഹമ്മദ് സയ്യാനെ മാറോട് ചേർത്ത് പിടിച്ച് മരവിച്ചിരിപ്പാണ് മാതാവ് സക്കീന. ഉത്സവപ്പറമ്പിൽ മധുരപലഹാരങ്ങൾ വിറ്റ് സ്വരുക്കൂട്ടിയ പണം പോരാതെ വന്നപ്പോൾ ആകെയുണ്ടായിരുന്ന 5 സെന്റ് കൊച്ചു വീടും വിറ്റാണ് മകളെ വിവാഹം ചെയ്തയച്ചത്. വിവാഹ പിറ്റേന്ന് ഭർത്തൃമാതാവ് വാങ്ങി സൂക്ഷിച്ച സ്വർണം പിന്നെ വീട്ടുകാർ കണ്ടിട്ടില്ല. വിവാഹത്തിന് മുൻപ് ഒരു പ്രമുഖ സ്വകാര്യ ആശുപത്രിയിലെ ഫാർമസിസ്റ്റ് ആയിരുന്നു. പക്ഷേ വിവാഹം കഴിഞ്ഞതിന് ശേഷം ജോലിക്ക് പോകാൻ അനുവദിച്ചിരുന്നില്ല. സ്വന്തം വീട്ടിലേക്ക് പോലും വരാൻ പറ്റിയിരുന്നില്ല. മാത്രമല്ല മകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുതെന്ന് കരുതിയിട്ടാണ് ഒരു ചാക്ക് അരി, 20 കിലോ പഞ്ചസാര എന്നിങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ 3 മാസം കൂടുമ്പോൾ ഉപ്പയായിട്ടുള്ള അബ്ദുൾ റഷീദ് നൌഫലിന്റെ വീട്ടിലെത്തിച്ചിരുന്നു. എന്നിട്ട് പോലും മകൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് പോലും അവിടെ ക്രൂര പീഡനമായിരുന്നു ആ പെൺകുട്ടി ഏറ്റുവാങ്ങേണ്ടി വന്നുള്ളതാണ് വീട്ടുകാരടക്കം ഞെട്ടിലുണ്ടാക്കുന്നത്. അന്ന് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചറും ഇലക്ട്രോണിക് സാധനങ്ങളടക്കം തന്നെ വാങ്ങിയിരുന്നു. താൻ പണക്കാരനായതുകൊണ്ടല്ല, ലക്ഷങ്ങൾ കടമുണ്ട്, വാടക വീട്ടിലാണ് താമസം. എന്നാലും മോളുടെ കണ്ണ് നിറയരുത് എന്നൊരു ആഗ്രഹം മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് എല്ലാ പിതാക്കന്മാരും മാതാപിതാക്കളൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോന്ന് ചെയ്തു കൊടുക്കുമ്പോൾ അവരവിടെ അനുഭവിക്കുന്ന ക്രൂരതകൾ ഒരുപക്ഷെ അവർക്ക് അച്ഛനോടും അമ്മയോടും പോലും പറയാൻ സാധിക്കില്ല. അവർ ഒരിക്കലും വിഷമിക്കരുത് എന്ന് കരുതിയാകാം ഈ പെൺകുട്ടികൾ പലപ്പോഴും അവിടെ അനുഭവിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ പറയാത്തതും. മാത്രമല്ല ആത്മഹത്യ എന്നുള്ളൊരു വഴി തെരഞ്ഞെടുക്കുന്നതും. ഏതായാലും സന്ദേശങ്ങൾ കണ്ട് മാതാപിതാക്കൾ തിരക്കിട്ടെത്തിയപ്പോഴും തലകറങ്ങി ആശുപത്രിയിലേക്ക് യുവതിയെ കൊണ്ടുപോയി എന്നുള്ള വിവരമാണ് വീട്ടുകാർ പറഞ്ഞത്. അപ്പോഴും ഇത്തരത്തിൽ ഗുരുതരമാണെന്നോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞില്ല. പിന്നീടാണ് ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് മകൾ മരിച്ചു എന്നുള്ള വാർത്ത അറിയുന്നത്. ഏതായാലും മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശ്രീനാരായണപുരം പതിയാശ്ശേരി ജുമാ മസ്ജിദിൽ ഖബറടക്കി. ഇനി വിശദമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ അടക്കമാണ് എന്താണ് ആത്മഹത്യക്ക് പിന്നിലുള്ള കാരണം എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ. 2 പേര്, ഈ പറയുന്ന ഭർത്താവും അതുപോലെ തന്നെ ഭർത്താവിന്റെ ഉമ്മയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അവരെ ചോദ്യം ചെയ്തു വരികയാണ്.